നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വള്ളി തോന്നിയ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ എന്നാൽ സിമ്പിൾ ആയിരിക്കണം, ആളുകൾക്ക് മനസ്സിലാവുന്ന സാധനമായിരിക്കണം. ആര്യ ഒരു ദിവസം മരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് രജിസ്ട്രേഷൻ നടത്താനായിട്ട് അതിൻ്റെ പേപ്പർ റെഡിയാക്കാനായിട്ട് ഇവർ നമ്മുടെ അടുത്ത് വന്നു. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അയാൾ എഴുതി കൊടുത്ത പവർ ഓഫ് അറ്റോർണിക്ക് വാല്യൂ ഉള്ളൂ. ഞാൻ അജീഷ് നാരായണൻ. റിയൽറ്റിയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സ്ഥിരമായ ഒരു അക്കൗണ്ടിൽ വരുന്ന സാലറി ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ അവരുടെ വരുമാനം കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ സാലറി സ്ലിപ്പ് ഉണ്ടാവില്ല, അവർ IT ഫയൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പല പ്രൈവറ്റ് ബാങ്കുകളിൽ ലോൺ കൊടുക്കാറുണ്ട്. പക്ഷേ അവരെ ഇൻട്രസ്റ്റ് കുറച്ചൊരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നടക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഇവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവർ EMI അടച്ചേക്കുന്നത് കറക്റ്റായിട്ടാണ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക അവരുടെ എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ഒരു വളരെ നല്ല പ്രോഡക്റ്റ്. ഒരുപാട് പേര് നമ്മൾ സാധാരണക്കാരൊക്കെ സഹായിക്കാൻ, ഒരു വീട് മേടിക്കാൻ അല്ലെങ്കിൽ അവരുടെ EMIയുടെ ഇത് തുക കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ശരിയാ, കസ്റ്റമേഴ്സിനുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലോൺ അടച്ചു പോകുന്ന വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഈസിലി നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ബാങ്കിലല്ലാതെ സാലറി വരുന്ന ആളുകൾക്ക് പലപ്പോഴും നേരിട്ട് ബാങ്കുകൾ ലോൺ കൊടുക്കാറില്ല. ടേക്ക് ഓവർ മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായി. അതൊരു പോയിന്റാണ് അതാ പറഞ്ഞത്. ഈ ടേക്ക് ഓവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പലർക്കും ഒക്കെ പല സാഹചര്യത്തിൽ വെച്ചിട്ട് പല ബാങ്കുകളിൽ ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് പലരും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തുള്ള അവരുടെ എലിജിബിലിറ്റി മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ മാറിയിട്ടുണ്ടാവും, കുറച്ച് വരുമാനം, അല്ലെങ്കിൽ കുടുംബത്തിൽ പലർക്കും വേറെ ആർക്കും ജോലി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ EMI കുറയ്ക്കാനുള്ള എപ്പോഴുണ്ടെങ്കിൽ ബാങ്ക് ചേഞ്ച് ചെയ്യണം, ടേക്ക് ഓവർ ചെയ്യണം. പലപ്പോഴും ആളുകൾ ടേക്ക് ഓവറിൻ്റെ കാര്യം പറയുമ്പോൾ എന്ത് കാര്യത്തിനാണ് ടേക്ക് ഓവർ ചെയ്യണം? എൻ്റെ ബാങ്ക് നല്ല ബാങ്കാണ്. അതിൻ്റെ ടേക്ക് ഓവർ ഏറ്റവും വലിയ ഗുണം, ഏത് ബാങ്കിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു 0.10 ഇൻട്രസ്റ്റ് കുറവ് കിട്ടും പുതിയ ബാങ്കിൽ. അത് എപ്പോഴും ശരിയാ, പുതിയ ബാങ്കിൽ കിട്ടും. അതുപോലെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഈ ടേക്ക് ഓവറിന്റെ പ്രോസസിംഗ് ചാർജും ഡോക്യുമെന്റേഷൻ ചാർജും പല ബാങ്കുകളും ഈടാക്കാറില്ല. മനസ്സിലായി. അവരുടെ ഇപ്പോഴത്തെ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് ആ പലിശ നിരക്ക് ലഭിക്കുകയും ചെയ്യും. മനസ്സിലായി. അതൊരു ടേക്ക് ഓവറിനെ കുറിച്ചുള്ള ഒരു ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ. ഇത് ചോദിച്ചാൽ ചിലപ്പോൾ ബാങ്കുകാർ നമ്മൾ ഇടിക്കും. കാരണം എന്താ വെച്ചാലേ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ബാങ്കായിട്ട്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്ന സമയത്ത് നോർമലി പല ബിൽഡേഴ്സിൻ്റെയും പ്രൊഡക്ട്സ് ഒരുപോലെ വെച്ചിട്ട് ക്ലയൻസ് നെഗോഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും. ഓക്കെ, ചില ബിൽഡേഴ്സ് ചിലപ്പോൾ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുത്തും, ചിലരൊന്നും ചെയ്യില്ല. അതുപോലെ ഈ പറഞ്ഞ ബാങ്ക്സിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കും. ഇതെന്താണെന്നറിയോ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഇത് നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ആണ്. ചില നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നടക്കില്ല, പക്ഷേ ചില പ്രൈവറ്റ് ബാങ്കുകൾ ഇത് ചെയ്യുന്നുണ്ട്. അത് ലോണിൻ്റെ എമൗണ്ട് പ്രോപ്പർട്ടിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു വാല്യുവേഷൻ, അതൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നത്. മനസ്സിലായി. ഒരു ക്ലയൻറ്റ് നല്ല ക്ലയൻറ്റാണ്, അവർക്ക് ഫ്യൂച്ചറിൽ ബാങ്കിന് ഗുണം ചെയ്യുന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പൊതുവെ പറയുന്നത്. ഇനി ഞാൻ ബിസിനസ്സായിട്ട് കാര്യം ചോദിക്കാം. അതായതല്ലേ, ഇപ്പം നിങ്ങൾ കൂടുതലും ഈ ലീഗലും പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ നിങ്ങൾ വള്ളി, അതായത് കെട്ടഴിച്ച് ഇതുപോലെ കെട്ടി മറ്റേ ശരിയാക്കാൻ പറ്റാതെ കിടന്ന സാധനം നിങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വള്ളി തോന്നിയ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ എന്നാൽ സിമ്പിൾ ആയിരിക്കണം, ആളുകൾക്ക് മനസ്സിലാവുന്ന സാധനമായിരിക്കണം. അല്ലാതെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം, അത് പെട്ടെന്ന് ഇപ്പോൾ ജിഷോയ് പറഞ്ഞ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. ഒരു ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ, മക്കളില്ല. ഭാര്യയുടെ പവർ ഓഫ് അറ്റോർണി ഭർത്താവിന് കൊടുത്തിരിക്കുകയാണ്. കാരണം ഭാര്യ സുഖമില്ലാത്ത സമയത്ത് അവരെ പ്രോപ്പർട്ടി വസ്തു വിൽക്കാനായിട്ട് ഭർത്താവിന് പവർ ഓഫ് അറ്റോർണി കൊടുത്തു. ഭാര്യ ഒരു ദിവസം മരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് രജിസ്ട്രേഷൻ നടത്താനായിട്ട് അതിൻ്റെ പേപ്പർ റെഡിയാക്കാനായിട്ട് ഇവർ നമ്മുടെ അടുത്ത് വന്നു. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അത് സെല്ല് ചെയ്തു? അല്ല, സെല്ല് ചെയ്യാനായിട്ട് ആളതിൻ്റെ പേപ്പറുകൾക്കായിട്ട് നമ്മുടെ അടുത്ത് വന്നു. ഓക്കെ. സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചായിരുന്നു, നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇത് വാങ്ങാനും ഒരാൾ തയ്യാറായിരുന്നു. ഓക്കെ. കാരണം അത് രണ്ടുപേരുടെ പേരിലുമാണ് പ്രോപ്പർട്ടി. അതിൻ്റെ സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയാണ്. ഭർത്താവിൻ്റെ സൈനിങ് അതോറിറ്റി ഇടാൻ പവർ ഓഫ് അറ്റോർണി വെച്ചിട്ട് ഭാര്യയുടെ സൈൻ ഭർത്താവിന് ഇടാം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്
സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് എടുത്ത സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭാര്യ മരിച്ച കാര്യം നമുക്ക് മനസ്സിലായത്. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അയാൾ എഴുതി കൊടുത്ത പവർ ഓഫ് അറ്റോർണിക്ക് വാല്യൂ ഉള്ളൂ. അതൊരു പലപ്പോഴും ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ പല രീതിയിലും വന്നിട്ടുണ്ട്. ചില രജിസ്ട്രേഷനൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾ മരിച്ചതിന് ശേഷം അവരെ പവർ ഓഫ് അറ്റോർണി വെച്ചിട്ട് രജിസ്ട്രേഷൻ നടത്തിയ ഡോക്യുമെന്റ്സ്, പ്രയർ ഡോക്യുമെന്റ്സ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വളരെ നമുക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്നൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലാത്ത, ഒരു അഡ്വക്കേറ്റിന് പോലും മനസ്സിലാവില്ലാത്ത ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അജീഷ് ഭായി ആദ്യം പറഞ്ഞില്ലേ, പല അഡ്വക്കേറ്റിൻ്റെ അടുത്തിനും പല കാര്യമായിരിക്കും പറയണതെന്ന്. അത് ഓരോരുത്തരും അതിനെ നോക്കുന്നത്, അതിനെ കയറി വിശകലനം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരാൾ കാണാത്തത് മറ്റൊരാൾ കണ്ടെന്നിരിക്കാം. അതാണ് എൻ്റെ ശരിയായ കാര്യം.